ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഗ് മഞ്ചൂരിയൻ ആണ്. എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഒരു റെസിപ്പി അല്ല, നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 8 കോഴിമുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു 4-5 പേരൊക്കെയാണ് ഉള്ളതെങ്കിൽ ഒരു 5-6 മുട്ട എടുത്താൽ മതിയാവും. ഇപ്പം ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ആളുള്ളതുകൊണ്ട് ഒരു 8 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പെപ്പറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനാണ്. ഇത് നമ്മൾ ബോയിൽ ചെയ്തല്ല എടുക്കുന്നത്, അതല്ലാതെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിന് ബീറ്ററും ബ്ലേഡും അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും. അത് നന്നായിട്ട് പതപ്പിക്കണം. ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. ബീറ്റർ എടുക്കേണ്ട, ഓവർ ബീറ്റ് ആയി പോകും. ഇങ്ങനെ നന്നായിട്ട് പതപ്പിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിക്കുന്നത്, ആവി കൊള്ളിക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ 8 മുട്ട എടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു പാത്രത്തിലെടുക്കുന്നത്. അതല്ല 4-5 മുട്ടയാണെങ്കിൽ ഒരു സോസ് പാനിൽ ഡയറക്റ്റ് ആയിട്ട് വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഒരു നമ്മൾ ഭക്ഷണം ലഞ്ച് ബോക്സ് ഒക്കെ അതുപോലത്തെ കുറച്ച് വീതിയുള്ള ചോറ്റുപാത്രത്തിൽ ഒഴിച്ചിങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ആ പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഈ മിക്സ് അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയെടുക്കാൻ പോവാണ്. അതിലോട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു മിക്സ് വെച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. അതിൽ നിന്ന് ആവി വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം. അത് നന്നായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ടാവും, നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. ഇതുപോലെ പെപ്പർ പൗഡറൊക്കെ തെളിഞ്ഞ്, ഇതാണ് കറക്റ്റ് പാകം. പെപ്പർ പൗഡറൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അത് ഇതുപോലെ പതിയെ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. നേരെ ഇങ്ങനെയല്ല ചെയ്യുന്നത്, പൊടിഞ്ഞു പോവില്ല. നമ്മൾ ദോശയൊക്കെ എടുത്ത് വെക്കുന്ന പോലെ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ കേക്കൊക്കെ മുറിക്കുന്ന പോലെ ചെറിയ ചെറിയ ഓരോ സ്ക്വയർ ക്യൂബ് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൽ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കണം. ആ ബാറ്ററിൽ നമ്മൾ മുക്കി ഓയിലിൽ പൊരിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ഇത് നമ്മൾ എഗ്ഗിൻ്റെ മിക്സ് വെച്ച് ചെയ്തത്. ഇനി അതിലോട്ട് നമ്മൾ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അത് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കാൻ വേണ്ടി ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് മൈദയും, നമ്മൾ എന്തോരമാണോ എടുത്തേക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള മൈദയും കുറച്ച് കോൺഫ്ലവറും. ഇപ്പോൾ 1 കപ്പ് മൈദയാണെങ്കിൽ 1 കപ്പ് തന്നെ കോൺഫ്ലവർ, ആ ഒരു അളവിൽ എടുക്കണം. അതിലോട്ട് കുറച്ച് ചില്ലി പൗഡറും കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ബാറ്റർ, ഒരുപാട് ഇതായി പോവരുത്, ഒരു ബാറ്റർ പരുവത്തിൽ നമ്മൾ എടുക്കുക. ഒരുപാട് വെള്ളത്തിൽ പോവരുത്. എന്നിട്ട് നമ്മൾ നേരത്തെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച ഓരോ പീസ് ഒരു ഓയിലിൽ, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിലോട്ട് ഓരോ പീസ് നമ്മളിങ്ങനെ അതിലോട്ട് ഇടുക, ഓയിലിലോട്ട് ഇടുക. അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത്, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി, ആ ഒരു ബാറ്റർ വേകാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് അതൊന്ന് കോരി വെച്ച് മാറ്റിയിട്ട് അതിലോട്ട് നമുക്ക് സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഒരു ഇതുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഓണിയൻ, ഇഞ്ചി, വെളുത്തുള്ളി അത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റായിട്ട് എടുക്കണ്ട. അപ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒണിയനും ക്യാപ്സിക്കവും ഇതുപോലെ ഓരോ സ്ക്വയർ പീസായിട്ട് എടുക്കണം. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്തിനാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഓയിൽ തന്നെ മതി, ഒരുപാട് ഓയിലി ആവണ്ട. അതിലോട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട. അതിലോട്ട് നമ്മൾ കുറച്ചൊന്ന് ബ്രൗൺ ആവണ വരെ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ ഓണിയൻ, വലുതായിട്ട് അരിഞ്ഞത് എടുക്കരുത്. ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ ഓണിയൻ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്നും ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കഴിയും, ഒരുപാട് വഴണ്ടു പോകണ്ട. ഇതുപോലെ ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് വഴലാൻ വേണ്ടി. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കും, അത് എന്തോരം കളർ കിട്ടും, എനിക്ക് യെല്ലോ കളർ കിട്ടിയില്ല, റെഡും ഗ്രീനും ആണുള്ളത്, അത് നമ്മൾ അതിലോട്ട് ചേർക്കുക. ആ ഒരു സ്ക്വയർ പീസായിട്ടുള്ള ഇത് രണ്ടും, ഓണിയനും ക്യാപ്സിക്കവും നമ്മൾ അതിലോട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി, നിങ്ങൾക്ക് അതിൻ്റെ പച്ചമണം, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ജസ്റ്റ് ഒന്നിട്ട് ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ടാവും. അതിലോട്ട് നമ്മുടെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും, അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞു തരാം, കറക്റ്റ് ഞാൻ എഴുതി വെച്ചേക്കാം. അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക.
അതിൻ്റെ അതൊന്ന് ടേസ്റ്റ് കുറച്ച് പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് 1 ടീസ്പൂണോളം കോൺഫ്ലവറും 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇങ്ങനത്തെ ഒരു ബാറ്ററിൽ നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറുകാൻ വേണ്ടിയാണ്. ഒരുപാട് വെള്ളത്തിൽ എടുക്കണ്ട. ഈ ഗോബി മഞ്ചൂരിയനും ചില്ലി അങ്ങനെയൊക്കെ പറയുന്ന ഇതുപോലെ ഒരു വഴണ്ട് കിട്ടുന്ന ആ ഒരു രീതിയിലാണ് സോസൊക്കെ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ നമ്മൾ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം എന്നിട്ട് വഴറ്റുക. അതിൻ്റെ ആ സോസിൻ്റെയും കോൺഫ്ലവറിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സോസൊക്കെ ഒന്ന് അതിലോട്ട് ആവണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചുകൂടി ഒന്ന് ചാറ് വേണം. ഒരുപാട് വെള്ളമൊന്നും വെക്കേണ്ട. ഇപ്പം ഞാനൊരു 3 സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമ്മുടെ എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുന്ന എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് നേരെ ബാറ്ററിലോട്ട് ഇട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. ഇതാകുമ്പോൾ ചിക്കൻ പോലെ തന്നെ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും അത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞങ്ങളെ അറിയിക്കുക. കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം.